അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? നോക്കി, സ്കിന്നൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് എല്ലാ മാസവും മാസത്തിലൊരിക്കൽ ചെയ്യാറുള്ള സ്കിൻ കെയർ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരു 1.5 മാസമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ മുഖം വല്ലാണ്ട് പിന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് നമ്മൾ എക്സ്ഫോലിയേറ്റൊക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുഖം കഴുകുകയൊക്കെ ചെയ്യുമ്പോഴോ അല്ലാതെ നമ്മൾ നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സ്മൂത്ത് ഫീൽ വരാറുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 1.5 മാസമായി ചെയ്തിട്ട്. കാരണം കഴിഞ്ഞ ഒരു മാസം ഭയങ്കര തിരക്കായിരുന്നു. ദുബായിൽ മലയാളി അസോസിയേഷൻ്റെ ഒരു മെഗാ ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദുബായിലുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഒരു പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം എനിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ കാലാവസ്ഥയൊക്കെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ സ്കിന്നിലേക്ക് ഒരുപാട് പിന്നെ തണുപ്പും കാറ്റും പൊടിയും ചെളിയും എല്ലാം അടിച്ചിട്ട് മുഖമൊക്കെ വല്ലാണ്ടായി. പിന്നെ തണുപ്പും കൂടെ തുടങ്ങിയത് കാരണം കൊണ്ട് ഭയങ്കര മടി. സ്കിൻ കെയർ ചെയ്യണം എന്നുണ്ട്, പക്ഷേ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് അത് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ മുഖമൊക്കെ എൻ്റെ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ ഒഴുകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഹിമാലയയുടെ നീമിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ മുഖം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മുഖം വാഷ് ചെയ്യുക. ചെവിയുടെ അകം, പുറം, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, ഇവിടെയൊക്കെ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ഭാഗവും നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബാൻഡ് കെട്ടട്ടോ, നമ്മുടെ ഹെയർ ഓയിലേക്കൊക്കെ ഒരുപാട് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 മാസം ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്റ്റീം എടുത്ത് കൊടുക്കേണ്ടി വരും. കാരണം എൻ്റെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. വൈറ്റ് ഹെഡ്സ് ഒരുപാടില്ല, പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് എൻ്റെ ഫേസിൽ. അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് നന്നായിട്ടുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീം എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റീം എടുക്കുക. എവിടെയൊക്കെയാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മുഖത്തൊന്ന് നമ്മളൊന്ന് ഇങ്ങനെയൊന്ന് ഫീൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തൊരു പുരുപുരുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഒന്ന് സ്റ്റീം എടുത്ത് കൊടുക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ, അതുപോലെ നെറ്റിയുടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഫേസിൻ്റെ ഈ സൈഡ് ഇങ്ങനെ, അതുപോലെ നോസിൻ്റെ സൈഡുകൾ, അതുപോലെ ചിന്നിൻ്റെ ഈ താഴെ ഭാഗം, അവിടെയൊക്കെ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം എടുത്ത് കൊടുക്കുക. അപ്പോൾ ചിലരുടെ സ്റ്റീമറിൽ വളരെ കുറവായിരിക്കും സ്റ്റീം വരണത്. അതുപോലെ തന്നെയാണ് എൻ്റെ സ്റ്റീമറിൽ വളരെ കുറവാണ് സ്റ്റീം വരുന്നത്. അപ്പോൾ അങ്ങനെ കുറവ് സ്റ്റീം വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ട് മുഖം വേർക്കത്തക്ക രീതിയിൽ ഒന്ന് സ്റ്റീം എടുക്കുക. അപ്പോൾ ഞാൻ മുഖം ഒന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം എൻ്റെ മുഖം കണ്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് സ്റ്റീം എടുത്തു. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്റ്റീം എടുക്കണം. സ്റ്റീം എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണടച്ച് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കണ്ണിലേക്ക് ആവി അടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ മുഖം നന്നായിട്ട് വെറ്റാവണത് വരെ നന്നായിട്ട് നമ്മൾ സ്റ്റീം എടുക്കുക. ഇനി അതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പിമ്പിൾ സ്റ്റിക്ക് എന്നാണ് ഇതിന് പറയുന്നത്. വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്നും ഇതിന് പറയാറുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ലേഡീസ് സ്റ്റോറുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ ഒക്കെ കിട്ടും കേട്ടോ. അതിനുശേഷം ഇതേ നമുക്ക് നമ്മുടെ നോസിൻ്റെ സൈഡുകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത്. അതിങ്ങനെ നമുക്കങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 1.5 മാസമായി ചെയ്തിട്ടെന്ന്. ഇത് കണ്ടോ, എൻ്റെ മൂക്കിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എന്തോരാണ്
ഡേർട്ട് വന്നിരിക്കുന്നത് നോക്കിയേ, എൻ്റെ സ്കിന്നിൽ അപ്പോൾ എന്തോരം ഡേർട്ട് ഉണ്ട് എന്ന് നോക്കിയേ. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സ്ഫോലിയേഷൻ ചെയ്യാനുള്ള സമയമായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്രോപ്പറായിട്ട് എക്സ്ഫോലിയേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്കിന്നിൽ ഡേർട്ട്സ് അടിഞ്ഞു കൂടിയിട്ട് അത് നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡാമേജ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ കുറഞ്ഞു പോകാനും ഒക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പ്രോപ്പറായിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാക്കി ഫേസിലെ ഭാഗങ്ങളിലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ മുഖത്തൊന്ന് ഫീൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു കുത്തണ ഫീൽ ഉണ്ടാവും. എവിടെയൊക്കെയാണ് നമ്മുടെ സ്കിൻ പോറിൽ നിന്ന് ഡേർട്സ് പുറത്തേക്ക് തള്ളി നിൽക്കണമെന്നുള്ളത് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ തന്നെ നോക്കിയാൽ എൻ്റെ മൂക്കൊക്കെ ഒരു ഷൈനായില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനിട്ടത് സെൻഡൈവ്സിൻ്റെ ഈ സ്ക്രബാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല സ്ക്രബാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് നല്ല സ്ക്രബാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രബ് വാങ്ങിക്കുമ്പോൾ തരി കുറവുള്ള സ്ക്രബ് വാങ്ങിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫേസ് സ്റ്റീം ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഹാം ആകാത്ത രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാവേ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന കാരണം കൊണ്ട്. അതിന് ശേഷം നമ്മുടെ മുഖം ആദ്യം ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ശകലം വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ രണ്ട് കൈയിലേക്കും ആക്കിയിട്ട് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നെക്കിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കൈ ഇടയ്ക്കൊന്ന് ഇങ്ങനെ നനച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. ഒരുപാട് ടൈറ്റായിട്ട് ക്രീമും കൊണ്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫേസ് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ കൈ നമ്മുടെ ഫേസിലൂടെ ഓടിപ്പോണം കേട്ടോ. അതുപോലെ എവിടെയൊക്കെയാണോ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളത് അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്യുക. സ്ക്രബ് ചെയ്യണ വീഡിയോസൊക്കെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളവർ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായതും ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ക്രബൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് സ്ക്രബ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പ്രോപ്പറായ രീതിയിൽ പേഷ്യൻസോട് കൂടിയിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്ക്രബ് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുനിന്ന് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പ്രോപ്പറായിട്ട് പോകണമെന്നില്ല. നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ വരുകയും ചെയ്യല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ടൈം എടുത്ത് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ക്രബ് ചെയ്യുക. അതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ ചെവിയുടെ പുറക്, അതുപോലെ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പുരുകത്തേലൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ ഇളകിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുരുകമൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എത്ര സമയം ഞാൻ സ്ക്രബ് ചെയ്യാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ പറയാവേ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാളൊക്കെ കൂടി ഇതുപോലെ 1 മാസത്തിലൊക്കെ ഏറെയായി നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് ടൈം എടുത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക്
ഇനി ഇതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസ് എന്തോ ഒരു ഗ്ലോ ആയി നോക്കിയേ. നല്ല അടിപൊളിയായില്ലേ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ എത്ര നല്ല ക്ലീനായി നോക്കി. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം ഒന്ന് വാഷും ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കൊരു പാക്ക് ഇടണം. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ ഒരു ചെറിയ കോൾഡ് കംപ്രഷൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോർസൊക്കെ ഒന്ന് ചുരുങ്ങിയിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് എൻ്റെ മുഖം വാഷ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഐസ് ക്യൂബ് ഒരു തുണിയിലോ ടിഷ്യൂലോ ഒക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഗോൾഡ് കംപ്രഷൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഫേസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോൾഡ് വാട്ടറിൽ നന്നായിട്ട് ശകലം തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. അതിനുശേഷം ഇനി ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മുടെ പാക്ക് ഇടുക എന്നുള്ളത്. സ്ക്രബ് ചെയ്താലും അതിനുശേഷം നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ പോർസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ പോർസൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടുന്ന പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ആകാനും നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടാനും അത് വളരെ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പൊടിയും ചെളിയോ അല്ലെങ്കിൽ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് ഒരു മാസ്ക് ആണ് കേട്ടോ. ഫേസ് മാസ്ക് ആണ്. ഇത് ഞാൻ സെഫോറയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ സെഫോറയിൽ നിന്ന് ഞാൻ ഫേസ് മാസ്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഫേസ് മാസ്ക് ഇത് ഗോൾഡ് ഫേസ് മാസ്ക് ആണ്. ഇതുപോലെ ഒരുപാട് ഫേസ് മാസ്കുകൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് വൈറ്റമിൻ B6 ആണ്. ഇതുപോലെ ഒരുപാട് മാസ്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സെഫോറയിൽ നിന്ന് മാത്രമല്ല, ഇപ്പം എല്ലാ ലേഡി സ്റ്റോറുകളും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മാസ്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഒന്നെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ ഒന്നെങ്കിലും ഉണ്ടാക്കണ മാസ്ക് ആയാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡ് മാസ്ക് ആണ്. ഇത് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. അതെ, ഇതിങ്ങനെ അങ്ങ് പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ മാസ്ക് എൻ്റെ ഫേസിന് ഇച്ചിരി വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് പാകത്തിനാക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി അതിൽ ഉള്ള ഈ സിറംസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് അങ്ങ് പരട്ടി കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം റിമൂവ് ചെയ്തിട്ട് ബാക്കിയേ. അപ്പോൾ നമ്മുടെ മാസ്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് റിമൂവ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ എൻ്റെ മസാജിങ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് ഞാൻ മസാജും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായില്ലേ. സ്കിന്നിലേക്ക് ആ സിറം ഒക്കെ അങ്ങ് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സിറം ഒക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ, ഇത് ഡിയോറിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ഇത് ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ്, അതുപോലെ എക്സ്പെൻസീവാണ്. ഇത് ഞാൻ ഉപയോഗിക്കണതല്ല കേട്ടോ, ജയമോൻ ഉപയോഗിക്കണയാ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും പരിപാടികളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ചിത് ഞാൻ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. ഞാനിത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ നിവ്യയുടെ പറയാറില്ലേ, നിവ്യ സോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ ഇത് ഫുള്ളങ്ങ് എടുത്തിട്ട് പരട്ടാം.
ഡിയോറിൻ്റെ മോയ്സ്ചറൈസറൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ പേര് തന്നെ ഹൈഡ്രാലൈറ്റ് എന്നാട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? നോക്കി, സ്കിന്നൊക്കെ നോക്കി അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ക്ലീനായിട്ടും ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മാസത്തിൽ ഒരിക്കലെങ്കിലും എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ ഹോം റെമഡിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.